നമസ്കാരം. സാനിൽ പറപ്പാനാണ്. വീട്ടിൽ കൊച്ചിനും പെണ്ണുമ്പിള്ളിനും സുഖമല്ല, പനിയാന്ന് പറഞ്ഞുകൊണ്ട് അവരൊന്ന് കണ്ടിട്ട് പോരാലോ എന്ന് കരുതി കഴിഞ്ഞ ആഴ്ച ഒന്ന് വീട്ടിൽ ചെന്നതാണ്. വീട്ടിൽ ചെന്ന് കയറിയിട്ട് പിറ്റേന്ന് നേരം വെളുത്ത് നോക്കിയപ്പോൾ പെണ്ണുമ്പിള്ളയ്ക്കും കൊച്ചിനും സുഖമില്ലാത്തതുകൊണ്ട് അവൾ രാവിലെ ഹോസ്പിറ്റലിൽ പോവുകയാണ്. കെട്ടിയവൻ എവിടെയും കിടന്ന് ഉറങ്ങുവാണെങ്കിൽ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നും പറഞ്ഞ് എന്നെ വിളിക്കാണ്ട് ഓള് കൊച്ചിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക്. നേരം വെളുത്ത് കന്നം തിരുമ്പി അണിച്ചിട്ട് വീട്ടിലാരെയും കാണില്ല. ഉമ്മ സുഖമല്ല, പനിയാന്നും പറഞ്ഞ് ഉമ്മായി ഒരു മൂലക്കരിക്കുന്നു ഗുളികയും കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ വക ആയിക്കോട്ടെ എന്നും പറഞ്ഞ് രാവിലെ തന്നെ അടുക്കളയിൽ കയറി തലേന്ന് അവൾ വെള്ളത്തിലിട്ട് വെച്ചേർന്ന് ഗ്രീൻ പീസ് കൊടുത്ത് അടുപ്പത്ത് വെച്ചു. പുട്ടിനുള്ള പൊടിയും നനച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി. നമുക്കിപ്പോൾ റിസോർട്ടിലാണെങ്കിലും പുട്ടും കറി ഉണ്ടാക്കണം, വീട്ടിലാണെങ്കിലും പുട്ടും കറി ഉണ്ടാക്കണം. ആണെങ്കിലും അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ കയ്യിലെ വാച്ചൂരി പോകുന്നില്ലല്ലോ. എന്തും ആയിക്കോട്ടെ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളുണ്ടാക്കണ വീഡിയോയിൽ കാണിച്ചു കൊടുത്തേക്കണ കറിയാക്കിയേക്കാന്ന് നമ്മളും വിചാരിച്ചു. കുറ്റിപ്പുട്ട് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഉമ്മ പുട്ടും കൂടെ എടുത്ത് അടുപ്പത്ത് വെച്ച സമയത്ത് നമ്മൾ പറഞ്ഞു പുട്ടും കൂടെ വേണ്ട, ഉമ്മക്ക് ചിരട്ടപ്പുട്ട് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പൊടിയും നനച്ച് സെറ്റാക്കി ഒരു വശത്തോടെ അവിടെ കുക്കറിൻ്റെ മുകളിൽ കയറ്റി ആവിയും വരുത്തി അപ്പുറത്തിരിക്കുന്ന ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സാധനങ്ങളിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന രംഗാട്ട പിള്ളേരെ നിങ്ങൾ കാണുന്നത്. ആ സമയത്താണ് പുട്ടിന് തരി കൂടുതലാണല്ലോ ഉള്ളത്, നീ എന്നെ കാണിക്കണം, ഞാൻ പൊടിച്ചു തരാമെന്നും പറഞ്ഞ് ഉമ്മയുടെ വക ഉമ്മയോട് ഒരു നനയ്ക്കൽ. ഉമ്മാൻ്റെ ആഗ്രഹമല്ല, ഉമ്മ നനച്ചോ എന്നാലും വേണ്ടില്ല, എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒന്നോടെ തിരുമണ കാണിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ വകയായിട്ട് അടുത്ത നനയ്ക്കൽ. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആളാം വീതം മാറി മാറി പുട്ടിൻ്റെ പൊടിയും നനച്ച് കടലയും ഗ്രീൻ പീസും കറി ഉണ്ടാക്കുന്നത് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ മക്കളെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും പുട്ടിൻ്റെ മുകളിൽ നിന്ന് ആവി തന്നെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു രസമുണ്ടല്ലോ. എൻ്റെ മോനെ വേറെ തന്നെ പറഞ്ഞാൽ തീരൂല. സന്തോഷം.